ചെങ്കടലിൽ നിന്ന് ഹൂതികളെ ആക്രമിക്കാൻ പറന്നുയർന്ന US യുദ്ധവിമാനം തകർന്നത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. അമേരിക്ക പറഞ്ഞത് തങ്ങളുടെ പടക്കപ്പലിൽ നിന്നുള്ള അബദ്ധത്തിലുള്ള വെടിയേറ്റ് യുദ്ധവിമാനം തകർന്നു എന്നതാണ്. അമേരിക്ക പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഹൂതികളുടെ വക്താവ് യഹിയ സിരിയ വ്യക്തമാക്കി. അമേരിക്കൻ യുദ്ധവിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധവിമാനമായ FK-18 ആണ് ചെങ്കടലിൽ നിന്ന് പറന്നുയരവെ ഹൂതികൾ വെടിവെച്ചിട്ടത്. 8 ക്രൂയിസ് മിസൈലും 17 ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്കയുടെ യുദ്ധവിമാനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് യഹിയ സിരിയ പറഞ്ഞു. ഇതോടെ അമേരിക്ക ആകെ മൊത്തം നാണം കെട്ടിരിക്കുകയാണ്. തങ്ങളുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും അബദ്ധത്തിൽ വെടിയേറ്റ് വിമാനം തകർന്നു വീണു എന്നാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതല്ല സത്യമെന്ന് ഇപ്പോൾ തെളിഞ്ഞു. ഹൂതികളാണ് അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധവിമാനമായ FK-18 വെടിവെച്ചിട്ടത്. ഇതോടുകൂടി അമേരിക്ക ആകെ മൊത്തം നാണം കെട്ടിരിക്കുകയാണ്. നാണം കെട്ട് തരിപ്പണമായിരിക്കുകയാണ്. ഹൂതികളെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്കും ബ്രിട്ടനും ശക്തമായ തിരിച്ചടിയാണ് ഹൂതികൾ കൊടുത്തിരിക്കുന്നത് എന്ന് യഹിയ സിരിയ പറയുമ്പോൾ അമേരിക്കയും ബ്രിട്ടന്റെയും ദൗർബല്യം വ്യക്തമാകുന്നു. ചെങ്കടലിൽ ഹൂതികൾ വിളയാടുക തന്നെയാണ്. അവരെ ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും നടത്തിയത്. യമനിൽ വ്യോമ ആക്രമണം നടത്തി ഹൂതി താവളങ്ങൾക്ക് നേരെ. പക്ഷേ തങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അബദ്ധത്തിലാണ് വിമാനം വെടിവെച്ചിട്ടെന്ന കഥ യുഎസിനെ അനുകൂലിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ യുഎസിന് വാഴ്ത്തുപാട്ട് പാടുന്നവരാണ്. എന്നാൽ യുദ്ധത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ പുറത്തറിയാൻ പാടാണ്. അൽ ജസീറയിലൂടെയാണ് ഹൂതി വക്താവ് യഹിയ സിരിയ തങ്ങളാണ് അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ടതെന്ന് തെളിവുകൾ സഹിതം പ്രസ്താവിച്ചത്. FK-18 എന്ന ശക്തമായ അത്യന്താധുനിക വിമാനം, ആ വിമാനം തകർന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. ആ വിമാനം വെടിവെച്ചിട്ടത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. 8 ക്രൂയിസ് മിസൈലുകൾ, 17 ഡ്രോണുകൾ ഇതുപയോഗിച്ചാണ് യുദ്ധവിമാനത്തെ തങ്ങൾ തകർത്തത് എന്ന് യഹിയ സിരിയ പറയുന്നു. ഒരാഴ്ച മുമ്പ് അമേരിക്കയുടെ അത്യന്താധുനിക പടക്കപ്പലായ അമേരിക്കയുടെ അഭിമാനമായ എബ്രഹാം ലിങ്കന് നേർക്ക് ഹൂതികൾ ആക്രമണം നടത്തിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. എബ്രഹാം ലിങ്കന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം ശക്തമായ ആക്രമണമായിരുന്നു. എന്തായാലും അതിനുശേഷം അമേരിക്കൻ പടക്കപ്പലുകൾ ചെങ്കടലിൽ സുരക്ഷിതമല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഹൂതികളെ വിരട്ടാൻ വേണ്ടി, ഹൂതികളെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണങ്ങൾ ഒരിടത്തും എത്താതെ പോവുകയാണ്.